അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത കൊണ്ടൽ എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ നായകനായ സിനിമയാണ്. അപ്പോൾ സിനിമ കണ്ടിറങ്ങിയിട്ട് നമുക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ കഥാപരമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കടലിൻ്റെ പശ്ചാത്തലം, കടലോര മേഖലയിൽ തുടങ്ങിയിട്ട് അതിനുശേഷം കടലിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ് അതിൽ ഒരു ചെറിയൊരു റിവഞ്ചും ഒക്കെ കാണിച്ചു പോകുന്ന ഒരു ചിത്രമാണ്. സിനിമയിൽ ആക്ഷന് പ്രാധാന്യം നൽകി ചെയ്തൊരു സിനിമയാണ്. അതായത് കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് മോഡിലേക്ക് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പിലേക്കാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ സിനിമ എത്ര നല്ല മേക്കിംഗ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും കഥയ്ക്കകത്ത് പ്രത്യേകിച്ചൊരു കാമ്പില്ല, അല്ലെങ്കിൽ ഒരു ബലമില്ലാത്തൊരു സാഹചര്യം വന്നാൽ സിനിമ ആ ഒരു ലെവലിലേക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. നമുക്കറിയാം, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സിനിമ ഏത് ലെവലിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ അവർ പരമാവധി അവരുടെ മേക്കിങ് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. കാരണം ഉൾക്കടലിലുള്ള സീനും കടലിനകത്ത് വെള്ളത്തിലേക്ക് ചാടി മീൻ പിടിക്കുന്ന കുറച്ച് അന്യായ സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് കാണിച്ചാൽ എന്താണ്, പക്ഷേ നമ്മുടെ സിനിമയ്ക്ക് കെട്ടുറപ്പുള്ളൊരു കഥയില്ലെങ്കിൽ സിനിമ ഏത് വഴിക്ക് പോകുന്നുള്ളത് നമുക്ക് ചിന്തിച്ചെടുക്കാനുള്ളൂ. ജസ്റ്റ് എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ കണ്ടൊരു വൺ ടൈം വാച്ചബിൾ എന്നൊരു രീതി മാത്രമേ എനിക്ക് സിനിമ അനുഭവപ്പെട്ടുള്ളൂ. പെപ്പയുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. എല്ലാവരും അവരവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്താ പറയുക, ഈ പറയുന്ന കഥയുടെ ഒരു പ്രശ്നമാണ് സിനിമയ്ക്കൊരു പറയുന്ന പോലെ പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കഥയില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു സിനിമ ഒരു ഫ്ലാറ്റ് ലെവലിൽ പോകുന്ന ഒരു സിനിമയാണ്. ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ലെവലിൽ പോകുന്ന ഒരു ഗ്രാഫാണ്. പിന്നീട് ഇടയ്ക്ക് എപ്പോഴോ സ്റ്റണ്ട് സീൻസും ഒക്കെ വരുമ്പോൾ ഒന്ന് കയറി വരും നമ്മൾ. പക്ഷേ എന്നിരുന്നാലും ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല. ഒരു ആവറേജ് മൂവി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ സ്റ്റണ്ട് സീനും അതുപോലെ തന്നെ മറ്റ് കുറേ എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് കുറേ നല്ല സ്റ്റൺസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കടലിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ സിനിമയിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നമ്മുടെ സിനിമാ നടി ഗീതയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. നല്ല സിനിമ തുടങ്ങുന്ന തുടക്ക സമയത്ത് നല്ലൊരു കടലോര മേഖലയിലുള്ള ഒരു നല്ല, അതായത് നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന പോലത്തെ ഒരു വനിതാ വില്ലത്തിയുടെ ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗീത അതിനകത്ത് അങ്ങനെ ഒരു നല്ല പെർഫോമൻസാണ്. മൊത്തത്തിൽ സിനിമ ഒരു ആവറേജ് അനുഭവമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബാക്കി ആൾക്കാർ കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയട്ടെ. പെപ്പയുടെ മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം, കഥയുടെ ഒരു കരുത്ത് ഇല്ലായ്മ സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചതായിട്ട് എനിക്ക് തോന്നി.